നമസ്തേ. പ്രണയത്തിൽ കൂടുതൽ താല്പര്യം, ആകർഷണം, അറ്റാച്ച്മെന്റ്, റൊമാന്റിക് ആൻഡ് തിങ്കിങ് എന്നിവ കൂടുതലായി കാണുന്ന നക്ഷത്രങ്ങളെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെട്ടാലോ? അശ്വതി നക്ഷത്രത്തിലാണെങ്കിൽ അവർ വേഗത്തിൽ ആകർഷിക്കും. ഭരണിയാണെങ്കിൽ ഒരു പൊസസീവൻസ് അല്പം കൂടുതലാണ് കേട്ടോ. കാർത്തികയാണെങ്കിൽ പാഷനും അട്രാക്ഷനും മുൻതൂക്കം കൊടുക്കും. രോഹിണിയാണെങ്കിൽ റൊമാന്റിക്കിനാണ് പ്രാധാന്യം. മകയിരത്തിനാണെങ്കിൽ ഇമോഷണൽ ബോണ്ടിങ്ങിനാണ്. തിരുവാതിരയാണെങ്കിൽ ഡീപ്പ് അറ്റാച്ച്മെന്റിനും ഇമോഷണൽ ലവിനും കാണിക്കുന്നു. പൂയം കെയറിങ്ങും പ്രൊട്ടക്റ്റീവ് ലവിനുമാണ്. ആയില്യമാണെങ്കിൽ ഇമോഷണൽ ഡെപ്തിനാണ് സൂചിപ്പിക്കുന്നത്. മകൻകാരാണെങ്കിൽ റോയൽ ലവ് ആണ് കേട്ടോ. അറ്റൻഷൻ സീക്കിങ് വളരെ പ്രാധാന്യമാണ്. പൂരമാണെങ്കിൽ റൊമാൻസ്, ലക്ഷറി, അട്രാക്ഷനാണ് പ്രാധാന്യം. ഉത്തരമാണെങ്കിൽ കമ്മിറ്റ്മെന്റ് ആൻഡ് റിലേഷൻഷിപ്പ് നേച്ചറാണ്. ചോതിയാണെങ്കിൽ ചാം നേച്ചറാണ്. വിശാഖമാണെങ്കിൽ സ്വന്തം ഇൻഡ്യൂഷ പ്രകാരമുള്ള ഒരു പാഷനാണ് ആഗ്രഹിക്കുന്നത്. അനിഴമാണെങ്കിൽ ലോയൽ, ഡീപ്പ് ഇമോഷണൽ ബോണ്ടിങ് ആണ്. പൂരിട്ടാതിയാണെങ്കിൽ ഡ്രീമി റൊമാൻറ്റിക് നേച്ചറാണ്. രേവതിയാണെങ്കിൽ പ്യുവർ അഫെക്ഷൻ ആണ്, അതായത് സാക്രിഫൈസ് ആണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഏറ്റവും സ്പെഷ്യലായിട്ട് പറയട്ടെ, ഇനി രോഹിണി നക്ഷത്രത്തിന്റെ 3 പാദങ്ങളിൽ ജനിച്ചാൽ പ്രണയം വളരെ കൂടുതലാണ്. മകയിരത്തിന് 3ഉം 4ഉം പാദങ്ങൾ വളരെ കൂടുതലാണ്. തിരുവാതിര 3ഉം 4ഉം പാദങ്ങൾ പ്രണയത്തിൽ കൂടുതലാണ്. പൂരം 3 പാദങ്ങൾ വളരെ കൂടുതലാണ്. ചോതി 3 പാദങ്ങളും പ്രണയം കൂടുതലാണ്. വിശാഖം 1ഉം 4ഉം പാദങ്ങളിലാണ് പ്രണയം. അനിഴം 4ആം പാദത്തിലാണ് പ്രണയം. രേവതി 2ഉം 3ഉം 4ഉം പാദങ്ങളിലാണ് പ്രണയം. മകം 1ആം പാദത്തിലാണ് പ്രണയം. ജലരാശികൾ വരുന്ന പാദങ്ങൾ ഇമോഷണൽ ലവ് വർദ്ധിപ്പിക്കുകയും ശുക്രസ്വാധീനമുള്ള നവാംശക പാദങ്ങൾ റൊമാൻസ് കൂട്ടുമെന്നും ചന്ദ്രസ്വഭാവമുള്ള പാദങ്ങൾ അറ്റാച്ച്മെന്റ് കൂടുമെന്നാണ് ശാസ്ത്രം. ഇത് ജ്യോതിഷപരമായ വിവരണങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കുക. നിങ്ങളുടെ നക്ഷത്രം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നമ്മൾക്ക് എന്താണ് എന്ന് പ്രണയ സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് അതിന് മറുപടി തരാം കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ്.